ഏഹ്, അപ്പോൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് മുതലും? ആം, ആദ്യം ഇത് തുടങ്ങി വെച്ചത് മറ്റൊരു സ്റ്റോറി പറയാം. ഒഫീഷ്യൽ ടി വി സ്റ്റോറീസ് റൈറ്റാണ് പിന്നെ വന്ന് സ്പാമിങ് ആയത്. ഞാൻ പറയാം guys. അതായത് ഈ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മുടെ KVA കളിച്ചുകൊണ്ടിരിക്കുന്ന T47 എല്ലാ പ്ലേയേഴ്സും, അതിൽ എനിക്ക് തോന്നുന്നു ഒസാക്ക ഒഴികെ ബാക്കി എല്ലാവരും ഇറങ്ങുകയാണ്. അത് ഇത്രേ ഉള്ളൂ. അതിൽ നിങ്ങളാരും വിഷമിക്കണ്ടെന്ന് ഞാൻ പറയത്തില്ല. വിഷമം ഉണ്ടെന്ന് അറിയാം. പക്ഷെ എങ്കിലും അതിൽ ആരോടും അവരോടൊരു ഹെയ്റ്റോ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാനാണ് ആഗ്രഹം. ഈ പറയുന്നത് പോലെ എന്താണ് പറയാ, അവരെല്ലാരും പണ്ട് തൊട്ടേ T40 ഒരുമിച്ച് കളിച്ച് വന്ന പ്ലേയേഴ്സാണ് എല്ലാരും. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കളിച്ചാൽ കൊള്ളാന്നൊരു ആഗ്രഹമുണ്ട്. അവരുടെ പഴയ, എനിക്ക് തോന്നുന്നു അവരുടെ ലീഡറും കോ-ലീഡേഴ്സും അങ്ങനെയുള്ള പഴയ പ്ലേയേഴ്സ് എല്ലാവരും തിരിച്ചു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം അവരെല്ലാരും ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോഴത്തേക്ക് അതിന്റെ പേരിൽ ആർക്കും അവരോടൊരു ദേഷ്യമോ ഇതൊന്നും തോന്നണ്ട. ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പൊ ഒരു എന്തെങ്കിലും ഇപ്പോഴല്ല, എന്തെങ്കിലും ഫ്യൂച്ചറിൽ ഇപ്പം ഗ്യാങ് നമുക്ക് നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പോലും നമ്മളും ആഗ്രഹിക്കുന്ന അങ്ങനെ ആയിരിക്കും. ഈ പറയുന്ന പോലെ എവിടാണോ ഒരുമിച്ച് കളിക്കാൻ പറ്റുന്നത് അവിടെ ഒരുമിച്ച് കളിക്കാനായിരിക്കും നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു അവസരം അവർക്ക് കിട്ടിയപ്പോൾ അവരെല്ലാരും ഒരുമിച്ച് കളിക്കാൻ തീരുമാനിച്ചു. അതിൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. നമുക്കാണെങ്കിലും അങ്ങനെ തോന്നത്തുള്ളൂ. അതില് അവരോട് നമുക്ക് ആർക്കും ഇവിടെയുള്ള ആർക്കും അവരോട് ഒരു ദേഷ്യവും ഇല്ല. അവരിവിടെ ഉണ്ടായിരുന്ന അത്രയും കാലം ഇവരെല്ലാരും അവരെ എന്താ പറയാ, നല്ല നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരെയും സ്നേഹിച്ചതും കണ്ടതും എല്ലാം. അപ്പൊ അവര് പോകുന്നതിന്റെ ഒരു വിഷമം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്നൊന്നും പറയത്തില്ല. എല്ലാവർക്കും നല്ലൊരു വിഷമമുണ്ട്. എങ്കിലും അവരുടെ അവർക്ക് അവര് ഇപ്പൊ പറയാം, ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ എവിടാണെങ്കിലും അവര് ഹാപ്പി ആയിട്ട് കളിക്കുന്നതല്ലേ നല്ലത്. ഇപ്പൊ അവർക്ക് ഇവിടെ ആ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ അവരെ നമ്മൾ വെറുതെ നിർബന്ധിച്ച് നിർത്തി കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സന്തോഷം നഷ്ടപ്പെടും. സന്തോഷം നഷ്ടപ്പെട്ട ആരായാലും പിന്നെ ഈ ഗെയിം നിർത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എവിടാണോ ഹാപ്പിനെസ് കിട്ടുന്നത് അവരവിടെ കളിക്കട്ടെ. അപ്പം അവരോട് പറയാനുള്ളത് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞായിരുന്നു, എങ്കിലും ഒന്നുകൂടെ പറയാം. അവരിവിടെ ഉണ്ടായിരുന്ന അത്രയും കാലം അവരുടെ 100% തന്ന് ഈ ഗ്യാങ്ങിന് വേണ്ടിയിട്ട് അവര് ഫുള്ള് എന്താ പറയാ കമ്മിറ്റഡ് ആയിട്ടാണ് നിന്ന് കളിച്ചിട്ടുള്ളത്. സോ അതിന് അവരോട് ഫസ്റ്റ് എല്ലാവരോടും ഇവരുടെ KVAക്ക് വേണ്ടിയിട്ട് ഞാൻ താങ്ക്സ് പറയുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, അവരുടെ ഫ്യൂച്ചർ എൻഡവേഴ്സിന് വേണ്ടിയിട്ട് ഓൾ ദ ബെസ്റ്റ്. അപ്പം എല്ലാം നല്ല രീതിയിൽ പോട്ടെ. അത്രയാണ് മെയിൻലി പറയാനുള്ളത്. ഉം. അത്രയൊക്കെ ഉള്ളൂ അല്ലേ മല്ലു? യെസ്. ഇതില് മറ്റേ ഒസാക്ക ഇപ്പം ഞാൻ വന്ന് പറയുന്നത് എന്താ തെറ്റിദ്ധരിക്കണ്ട. ഇവരെന്നോട് പറയാൻ പറഞ്ഞതിന്റെ പേരും ഞാൻ വന്ന് പറയുന്നതേ ഉള്ളൂ. അതെ, അപ്പം പറയാൻ കഴിയുന്നത്. അതിന്റെ പേര് ഇനി അടുത്ത തെറിവെന്ന് പറയല്ലേ, എവിടെയായിരുന്നു സംസാരിക്കാനൊന്നും പറഞ്ഞു വരല്ലേ. ആര് പറയാനങ്ങനെ? അല്ല, അത് അങ്ങനെ പറയേണ്ട കാര്യമല്ലോ. അത് പറയാനുള്ള റേറ്റ് അപ്പൊ അവനുണ്ടല്ലോ. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പറയാൻ പറഞ്ഞത്. വെറുതെ ഇനി അവര് പേരും പറഞ്ഞൊന്നും ആരും പറയാൻ നിൽക്കേണ്ട. അത് എല്ലാരും ഇറങ്ങി. T47 വന്ന എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി. ഒസാക്ക ഒഴിച്ച്. ഒസാക്ക ഇവിടെ ഉണ്ടാവും, പക്ഷെ കുറച്ചൊന്ന് ഇനാക്റ്റീവ് ആയിരിക്കും. അവന് അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാന്ന് പറഞ്ഞു. അവന് എക്സാം കാര്യങ്ങളുണ്ട്. അപ്പൊ ഒസാക്ക ഒഴിച്ച് ബാക്കി T47 വന്ന എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി. ഫെക്സർ ഇറങ്ങി. കാലിദ് എല്ലാവരും ഗൈസ് എല്ലാവരും ഇറങ്ങി. എല്ലാവരും ഒരുമിച്ച് ഇറങ്ങും. ഒരാൾ ഇറങ്ങി പറയുമ്പോൾ പിന്നെ എല്ലാവരും ഒരാളായിട്ട് നിൽക്കില്ല. അവർക്ക് അറിയുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അവരങ്ങനെ ഇറങ്ങി. സോ അവരെല്ലാരും എടാ ഫെക്സറിന്റെ കേസ് അറിയോ? അവര് ഒരുമിച്ചാണോ അറിയത്തില്ല. അവന് ഇറങ്ങുക ഇനി അവർ തീരുമാനിച്ചിട്ട് ഫെക്സർ എന്തെങ്കിലും ഇതാക്കുമായിരിക്കും. ഫെക്സർ എനിക്ക് മെസ്സേജ് ആയിരുന്നു ഈ കാര്യം പറഞ്ഞിട്ട്. പക്ഷെ അവൻ വേറെ കാര്യമാണ് പറഞ്ഞുള്ളത്. അവന് ബാക്കി വെറുതെ ഇതാക്കണ്ട. അവന് ഒന്ന് റിമോട്ട് കൊടുത്തേക്ക്. അവരുടെ എല്ലാരും ഇട്ട് കൊടുത്തേക്ക്. ഇതൊരു എന്തെങ്കിലും ഒരു നമ്മുടെ സൈഡിൽ ഒരു ഡിലേ വേണ്ട. എവിടാണല്ലോ അവർ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. പിന്നെ അതേപോലെ മൊയിലു ഒരു അപ്ഡേറ്റ് പറയാൻ പറഞ്ഞായിരുന്നു. ഈ പറയുന്നത് പോലെ ഇവിടെ അവൻ കളിച്ചിരുന്ന സമയത്ത് അവൻ 100% കൊടുത്താണ് ഈ ഗ്യാങ്ങിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവന് തന്നെ കൊടുക്കണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരുടെയും ആഗ്രഹം. അപ്പം അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തോ അല്ല അതങ്ങനെ തന്നെ കേട്ടെ. കാരണം അന്ന് നമ്മളത് അവന് കൊടുക്കാൻ തന്നെ.
ഞാൻ ഇടാം. ഓക്കെ. അതെ. അപ്പം അവന് തന്നെ കൊടുക്കാനാണ് നമുക്ക് ആഗ്രഹം. കാരണം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാരും അവനെ ഒരു അനിയനെ പോലെ കണ്ടാണ് സ്നേഹിച്ചിരുന്നത്. അപ്പം നമുക്കാർക്കും എന്താ പറയാ, അവര് പോകുന്നതിന് വിഷമമുണ്ട്, ദേഷ്യമൊന്നുമില്ല ആരോടും. അപ്പം ആ ഒരു ഫണ്ട് മൊയ്ല് പറഞ്ഞു അത് അവന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആ കേസ് അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹോക്കി അവന് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഹോക്കി എന്താ വെച്ചാൽ റിപ്ലൈ എന്താ വെച്ചാൽ പറയൂ കേട്ടോ. ഓക്കെ. അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ. ഉം. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കും, ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത റിക്രൂട്ട്മെന്റ് എപ്പോഴാന്നാ ചോദിക്കുന്നത്. കഷ്ടങ്ങളാണിത്. ഇതെന്താടാ തുണി മാറുന്ന പോലെ അത് റിക്രൂട്ട്മെന്റ് എടുക്കുന്നത്. ഇനിയിപ്പം ഇപ്പൊ റിക്രൂട്ട്മെന്റ് ഇല്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം കഴിച്ചു. ഇപ്പം ഇവരുടെ സൈഡ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഇപ്പൊ ഇവിടെ ഉള്ള കെവിയുടെ ആൾക്കാരുടെ സൈഡ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഏത് ഗ്യാങ്, കെവി എന്നല്ല, ഏത് ഗ്യാങ് ആണെങ്കിലും ആ ഗ്യാങ്ങിലോട്ട് എടുക്കുന്ന മെമ്പേഴ്സ് അവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഓട്ടോമാറ്റിക്കലി അവരെ എന്താ പറയാ, നമ്മുടെ അനിയന്മാരെ കണ്ട് സ്നേഹിച്ചു തുടങ്ങും. മനസ്സിലായോ? അപ്പൊ പെട്ടെന്ന് കുറച്ച് പേര് പോകുമ്പം നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് മാറട്ടെ, ഒന്ന് ഓക്കെ ആയിട്ട് നമുക്ക് നോക്കാം പിന്നീട് റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ എന്നാണ് കാസ്ട്രോ പറയാൻ പറഞ്ഞത്. പിന്നെ ഇനി മൊയ്ലു തന്നെ പറയുന്നതാണ് നല്ലത്. ചാടി പിടിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇനിയിപ്പോ ഇത് പോയോണ്ട് ഇനി ഒറ്റയടിക്ക് 2 ദിവസത്തിനുള്ളിൽ എടുക്കേണ്ട ആവശ്യമില്ല. പതുക്കെ എടുത്താൽ മതി. പിന്നെ നമ്മുടെ പ്ലേസ് തന്നെ ഉണ്ട് കയറാനായിട്ട്, എല്ലാവരും വരാനുണ്ട്. എന്താ ഇപ്പൊ ഉടനെ ഒന്നും കാണത്തില്ല, ഇച്ചിരി നല്ല അത്യാവശ്യം സമയം എടുത്ത് നോക്കാം. അതൊക്കെ പിന്നെ സംസാരിക്കുന്നത്. ഇപ്പൊ തന്നെ ചോദിക്കുമായിരുന്നു. ഈ ഒരു കാര്യം എല്ലാവരോടും പറയണമെന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ നമ്മളല്ല, കാസ്ട്രോ ഇപ്പൊ തന്നെ പറഞ്ഞേക്കാന്ന് കരുതി. വെറുതെ ഇനി അത് വെച്ച് ഡിലേ ആക്കണ്ട എന്ന് കരുതി. അപ്പൊ അത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ ഒന്നുമില്ല. അയ്യോ ചിലര് കർമ്മ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. മോനെ നീ കേട്ടിട്ടുണ്ടോ? കർമ്മ ഈസ് എ ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ? അത് ഒരു ബൂമറാങ് ആണ്. അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങി തിരിച്ചു വരും എന്ന് മാത്രം. റെക്കോർഡ് ചെയ്ത് വെച്ചോ. പണ്ട് നമുക്കൊരു ഡയലോഗ് ഉണ്ടായിരുന്നു, അല്ല പോലു കർമ്മയുടെ പറയുന്നു. സത്യം ഇതിനെല്ലാം ഒരു കാലചക്രം ഉണ്ട്, തിരിഞ്ഞു വരും, അപ്പൊ മനസ്സിലാവും. ശരിവേ നമ്മള് പറഞ്ഞു ശരി. ലൈവ് കണ്ടിന്യൂ ആക്കുക. കണ്ടിട്ടാ ബാക്കി എല്ലാവരും മേലോട്ട് വന്നേ. ഹലോ, കേൾക്കാം. എന്നുവെച്ചാൽ ഞാനിപ്പോ ഈ ചാറ്റിൽ കുറെ ഇങ്ങനെ ഹെയ്റ്റ് കണ്ട്, പിന്നെ എന്നെ കുറച്ച് ഭയങ്കര ഇതാക്കിയിട്ടുള്ള സംഭവമൊക്കെ കണ്ട്. അപ്പൊ ഞാൻ പറയാന്ന് വെച്ചെങ്കിൽ നമ്മള് എല്ലാരും ഒന്നിച്ച് കളിക്കണം എന്നുള്ള ഒരു ഇത് കൊണ്ടാണ് ഇവിടെ കയറിയത് തന്നെ. അപ്പൊ നമുക്ക് കയറിയപ്പോ വേറെ തോട്ടായിരുന്നു, പക്ഷെ ഇവിടെ കളിച്ചു തുടങ്ങിയപ്പോ മനസ്സിലായി ഇവരൊക്കെ അത്രക്ക് നൈസായിട്ടുള്ള ആൾക്കാരെന്ന് മനസ്സിലായി. അപ്പൊ ഈ ഇറങ്ങുന്നതുകൊണ്ട് എല്ലാവർക്കും വിഷമൊക്കെ ഉണ്ട്. ആരും നല്ലൊരു മൈൻഡ്, അതാണ് ഈ ഡബിൾ മൈൻഡഡ് എന്നുള്ള ഒരു സീനേ ഇതാണ്. എന്ന് വെച്ചാൽ ഇവിടത്തേക്ക് ഒരു കമ്മിറ്റ്മെന്റ് എന്തായാലും എല്ലാവർക്കും ഒന്ന് വന്നുപോയി. പിന്നെ അതിനെക്കാട്ടി മുകളിൽ ഇവർക്ക് ഇത്രയും വർഷമായിട്ട് കളിച്ചിരുന്ന ATX T47 ആ ഒരു സർക്കിൾ ഉണ്ടല്ലോ, അതവർക്ക് കുറച്ചും കൂടെ ഒരു അവർ കുറച്ചും കൂടെ അത് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അല്ലാണ്ട് ഇവിടുത്തെ ആർക്കും ഹേറ്റ് ഉള്ളതുകൊണ്ടോ അല്ലാണ്ട് മെമ്പേഴ്സിനോട് ഹേറ്റ് ഉള്ളതുകൊണ്ടോ അല്ല. ഇപ്പൊ എൻ്റെ ഒരു കേസാണെങ്കിൽ ഞാനിപ്പോ എക്സാംസും കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസി ആയതുകൊണ്ടാണ്, അല്ലാണ്ട് ഞാൻ മാത്രമായിട്ട് ഇങ്ങനെ ഇതാക്കുന്നതല്ല. അപ്പൊ എന്നെ മാത്രം ഒരു ഇതാക്കിയിട്ട് ബാക്കിയുള്ളവർ ഇതാക്കി പറയുന്ന പോലെ എനിക്കിങ്ങനെ തോന്നി. ലൈക്ക് എൻ്റെ ഒരു വ്യൂ ഞാൻ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞ വെച്ചാൽ ഞാൻ മാത്രം പുണ്യാളൻ, ബാക്കി എല്ലാവരും വേറെ രീതിക്ക്. അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇപ്പോഴൊന്നും RP കളിക്കാൻ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഇതിപ്പോ എനിക്ക് അവരെ സർക്കിൾ തന്നെയാണ് എനിക്ക് ഇമ്പോർട്ടന്റ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവര് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ കാരണം ഞാൻ തുടങ്ങിയിട്ട് ഒരു എന്നെ ഒരു ലെവലില് ആയത് എന്തായാലും ATX തന്നെയാണ്, T47. അപ്പൊ എനിക്കിത് പറയണം തോന്നി. കാരണം KVയോട് ഹേറ്റ് ഇല്ല എനിക്ക്, ഇപ്പൊ ആരോടും ഹേറ്റ് ഒന്നും ഇല്ല. ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റൂല. ബാക്കി ആരെങ്കിലും പറയണ്ടടാ? എനിക്ക് നല്ല വിഷമമുണ്ട്. എല്ലാരായിട്ട് സെറ്റായി വരുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെ കൂടെ ബാക്കി പണ്ട് ഇത്ര നാള് വർഷങ്ങളായിട്ട് കമ്പനി ഉള്ളവരുടെ കൂടെ കളിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ധാരണ മാത്രം ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ഇവിടെ എല്ലാവരായിട്ട് സെറ്റായി വന്നു, എല്ലാവരായിട്ട് കമ്പനിയൊക്കെ ആയിട്ട് വന്നായിരുന്നു.
ഇത്ര പറയാനുള്ളത് ഇപ്പൊ എത്ര ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല, അത്ര തന്നെ. പക്ഷെ കാരണം 1-2 വർഷം ഇവരിപ്പോ 2-3 വർഷം എന്താ ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കളിക്കുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു സർക്കിളിലാണ് കുറച്ചും കൂടെ കംഫർട്ടബിൾ, അത്രേ ഉള്ളൂ. ഇപ്പൊ എല്ലാവർക്കും ഒന്നും മനസ്സിലാവില്ല, ചിലപ്പോ പറഞ്ഞു മനസ്സിലാക്കിയവർക്ക് താങ്ക്സ്, അത്ര തന്നെ. വേറൊന്നും പറയല്ലോ. വേറൊന്നുമില്ല. ഇല്ല എടാ ഇല്ല വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? പെയിന് പറയണ്ടോടാ? എന്താ പറയണ്ടേന്ന് അറിയില്ല. അതില് ഇതായിരുന്നു സഖിക്ക് ജസ്റ്റ് ഇങ്ങനെ ഇത് പറയണമെന്നുണ്ടായിരുന്നു. സീനില്ലടാ. അപ്പൊ പക്ഷെ അത് നമ്മളെ സൈഡ് അറിയില്ല എന്നുള്ളൊരു, അവർക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവല്ലോ നമ്മളെ സൈഡ് നമ്മൾക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പൊ അതൊന്ന് പറയണമെന്ന് വിചാരിച്ചു. ചില ആൾക്കാർക്ക് നല്ല വിഷമം ഉണ്ടാവുന്ന എനിക്കറിയാം, കാണുന്ന വ്യൂവേഴ്സിന് അത് മനസ്സിലാവും. ഇത് ഇവരെ സൈഡും കൂടെ നോക്കണ്ടേ എന്നുള്ള രീതിക്ക് അത്ര എനിക്ക് പറയാനുള്ളൂ. കാരണം ഇവർ അത്രയും വർഷമായിട്ട് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്കൊരു എന്തായാലും മനസ്സിലുണ്ടാവുമല്ലോ ഒന്നിച്ച് തന്നെ വേണമെന്ന്. വേറെ ഒന്നുമില്ല, ബാക്കി ആരോടും ഹേറ്റ് ഒന്നും ഇല്ല. KV കയറുന്നതിന് മുമ്പ് KVയോട് നമുക്കറിയാലോ മുമ്പ് കുറെ സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞിട്ട് ഇവർ ഇത്രയും നൈസാന്ന് നമുക്ക് മനസ്സിലായി. അതിന്റെ ഒരു വിഷമം തന്നെയായിരുന്നു ഇറങ്ങുന്ന ടൈമിൽ, വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ സെറ്റ്. ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.